ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതിനുള്ളൊരു മറുപടിയായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഹെയർ കെയറിങ്ങിനും ഹെയർ ഓയിൽ മസാജിങ്ങിനെ കുറിച്ചും ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിലാണെങ്കിലും അല്ലാതൊക്കെ ആണെങ്കിലും മെസ്സേജൊക്കെ ആയിട്ട് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ അതിനുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് ചെയ്യുക കേട്ടോ. ഞാനങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ മുടിക്ക് ഒരു പ്രത്യേക ഹെയർ ഓയിലൊന്നും ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ സാധാ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്ന കേട്ടോ. ഈ കുഞ്ഞിലേ മുതലേ എനിക്ക് മുടിയുണ്ട്. നമുക്ക് പാരമ്പര്യം നടത്തില്ല, എനിക്ക് പാരമ്പര്യമായിട്ടുള്ള കേട്ടോ. അതുകൊണ്ട് ദൈവം സഹായിച്ച മുടിക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ നേരം വരെയും കേട്ടോ. പിന്നെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് എൻ്റെ മുടി തേഞ്ഞ മുമ്പ് നിങ്ങൾ കണ്ടതുപോലെ നല്ല പല്ലകലുള്ള ചീപ്പ് കൊണ്ട് ഫ്രണ്ടിലോട്ടിട്ട് നന്നായിട്ട് ചിടക്ക് കളയും കേട്ടോ. എന്നിട്ട് പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെ കോതിയിട്ട് ഈ 2 പോർഷനായിട്ട് എടുത്തിട്ട് ഞാനത് ഫ്രണ്ടിലേക്ക് ഇടും. ഒരു പോർഷൻ ഫ്രണ്ടിലിട്ടിട്ട് അവിടുന്ന് നന്നായിട്ട് ചിടക്ക് കളയും കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ പോർഷൻ എടുത്തിട്ടും അതും നന്നായിട്ട് ചിടക്കത്തെ അറ്റം വരെ കളയും. 1-2 മുടിയൊക്കെ ഊരുന്നുണ്ട് കേട്ടോ. അല്ലാതെ വേറെ വലിയ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല, ദൈവം സഹായിച്ച് ഇല്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്തെ വശത്തോ ഇതുപോലെ മുടി കോത്തിയിട്ട് ഞാനിതുപോലെ ഇപ്പുറത്തെ വശം കെട്ടി വെച്ചത് അഴിച്ചു. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നും കൂടെ ഇങ്ങനെ ചെടയെന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടോ. ജടയില്ലാതെ മൊത്തം കളഞ്ഞ് എന്നിട്ട് ഇതുപോലാക്കും, നല്ല ക്ലീനാക്കും. നമ്മുടെ മുടിയിൽ ഒരു തരി കെട്ട് പോലും ഇല്ലാതാക്കും. എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലും എൻ്റെ ഓരോ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ. ചിലപ്പോൾ എനിക്ക് മസാജിങ് ചെയ്യണമെന്ന് തോന്നി ഞാൻ മസാജിങ് ചെയ്യും, ഇല്ല ചെയ്യത്തില്ല കേട്ടോ. ഞാനങ്ങനെ പ്രത്യേകം ഭയങ്കര കെയറിങ് ഒന്നും ഞാൻ എൻ്റെ മുടിക്ക് കൊടുക്കുന്നില്ല കേട്ടോ. എനിക്കെല്ലാം ഓരോ മൂഡ് അനുസരിച്ചാണ്. എന്നാൽ സമയമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടം പോലെ സമയമുണ്ട്. പക്ഷേ എൻ്റെ ചിലപ്പോൾ എനിക്ക് മടിയായിരിക്കും, ചിലപ്പോൾ എനിക്ക് തോന്നത്തില്ലായിരിക്കും. അപ്പോൾ എൻ്റെ ഓരോ മൂഡ് അനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ മസാജിങ്ങൊക്കെ ചെയ്ത് കൊടുക്കാറുള്ള കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഇപ്പോൾ മുടിയുള്ളവർ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ഏത് ഹെയർ ഓയിൽ തേച്ചാലും അതുപോലെ ചെയ്യും. സാധാരണ മുടി ഇല്ലാത്തവർ, മുടി കുറവുള്ളവരും, അതിപ്പം എല്ലാവർക്കും, ചിലവർക്ക് മുടിയുള്ളവർ കാണും, ചിലവർക്ക് മുടി ഇല്ലാത്തവരൊക്കെ കാണുമല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടത്, എന്താ എന്ത് ഹെയർ ഓയിലാണ് ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് കുഞ്ഞിലേ മുതലേ ഉണ്ട്. അപ്പം എനിക്കതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്ത് തേച്ചിട്ടാണെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല, എന്നുവെച്ചാൽ പറയാനായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഇതുപോലെ സാധാ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഒരു കമ്പനിയിലെയും കടയിൽ നിന്ന് വാങ്ങിച്ച ഒന്നുമല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ സാധാ വെളിച്ചെണ്ണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കേട്ടോ. എന്ന് വെച്ചാൽ സാധാ വെളിച്ചെണ്ണ അല്ലാതെ ഒരു ഇതുമില്ല, വേറെ ഒരു വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല അതിൽ. പിന്നെ മുടി നന്നായിട്ട് ഇതുപോലെ ചിടക്ക് കളയും കേട്ടോ. അത് കഴിഞ്ഞത് ഇങ്ങനെ തിരിച്ചിട്ടും കമന്നുമൊക്കെ മുടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും. നമ്മൾ മസാജ് ചെയ്യുന്ന മുടിക്ക് നല്ല കേട്ടോ, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും ഒക്കെ നല്ല. പിന്നെ ഈ മുടി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏത് സമയം പോവാൻ വരും. ഒരു ഹോർമോൺ അല്ലേ, ചെറിയൊരു ഹോർമോണിൻ്റെ വ്യത്യാസമാണെങ്കിൽ ഒരു ഹോർമോണിൻ്റെ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകും. പിന്നെ മുടി കൊഴിച്ചിൽ ഒരുപാട് ടെൻഷൻ കൊണ്ടുണ്ടാവും, ഉറക്കക്കുറവുണ്ടായും മുടി കൊഴിച്ചിലുണ്ടാവും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് മുടി ഏത് സമയം വരാൻ പോവുകയൊക്കെ ചെയ്യാൻ ദൈവം സഹായിച്ചു ഈ സമയം വരെയും ഈ നേരം വരെയും എൻ്റെ മുടിക്ക് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ലാസ്റ്റ് ഞാൻ മുടിയെല്ലാം ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കെട്ടായത് കേട്ടോ. ഞാൻ ഇങ്ങനെ പൊക്കി കിട്ടും, അതുകൊണ്ട് എനിക്ക് നെറ്റ് കയറുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു വീട്ടിൽ. ഞാൻ ഇതുപോലെ മുടി അങ്ങോട്ട് പൊക്കി എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് അറ്റം വരെ എണ്ണ തേച്ചിട്ട് ഇതുപോലെ മുടി പൊക്കി റൗണ്ടിലായിട്ട് കെട്ടി വെക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മുടിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ചെമ്പരത്തിത്താളിയൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരൊക്കെ കാണണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മുടിയുടെ വീഡിയോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ല കേട്ടോ. അപ്പോൾ പോട്ടെ, വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാവേ. അതുവരേക്കും ടാറ്റാ, ബൈ.